എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ICC T20 ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിന് ശേഷം സൂപ്പർ 8 പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ. ഗ്രൂപ്പ് എയിൽ ജേതാക്കളായിട്ടാണ് ഇന്ത്യ സൂപ്പർ 8-ൽ എത്തിയത്. സൂപ്പർ 8 പോരാട്ടത്തിനായി രോഹിത് ശർമ്മയും സംഘവും വെസ്റ്റ് ഇൻഡീസിലെത്തി. ആദ്യ പോരാട്ടം അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ജൂൺ 20 രാത്രി 8 മണി മുതൽ കെൻസിംഗ്ടൺ ഓവൽ ബാർബോസ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരവും വിജയിച്ച ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ 20-ന് അഫ്ഗാനെ നേരിടുന്നത്. മറുവശത്ത് അഫ്ഗാനിസ്ഥാൻ ആകട്ടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനോട് തോൽവിയും ഏറ്റുവാങ്ങിയാണ് സൂപ്പർ 8 മത്സരത്തിന് ഇറങ്ങുന്നത്. ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ ഇന്ത്യ 2 സ്പിൻ ഓൾറൗണ്ടർമാരായ അക്സർ പട്ടേലിനെയും രവീന്ദ്ര ജഡേജയും സ്ഥിരമായി ആശ്രയിച്ചിരുന്നത്. എന്നിരുന്നാലും വ്യാഴാഴ്ച നടക്കുന്ന ഇന്ത്യ അഫ്ഗാൻ മത്സരത്തിൽ ടീം മാനേജ്മെന്റ് ഒരു മൂന്നാം സ്പിന്നറെ തിരഞ്ഞെടുക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. യുസ്വേന്ദ്ര ചാഹലിനേക്കാൾ കുൽദീപ് യാദവിനാണ് സാധ്യത. ബാർബോസിലെ കെൻസിംഗ്ടൺ ഓവലിലെ വിക്കറ്റ് സ്പിന്നിനെ അനുകൂലിച്ചാൽ 4 സ്പിന്നർമാരെയും ഇന്ത്യക്ക് ഇറക്കാൻ കഴിയും. അതുപോലെ ഇതുവരെ അവസരം ലഭിക്കാത്ത സഞ്ജുവിനെയും ഇന്ത്യ ടീമിൽ പരീക്ഷിക്കും എന്നാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട്. പിന്നീട് ഇന്ത്യ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്നത് ബാറ്റിംഗ് ആണ്. സൂപ്പർ 8 മത്സരങ്ങളിൽ വിരാട് കോഹ്ലി തന്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷ. ഇനി നമുക്ക് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിങ് 11 ഒന്ന് വിശദമായി പരിശോധിക്കാം. മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. 1 ഡൗണായി സഞ്ജു സാംസൺ ഇറങ്ങും. 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് എത്തുമ്പോൾ 5-ാമനായി ശിവം ദുബെയും എത്തും. 6-ാം നമ്പറിലായി ഹാർദിക് പാണ്ഡ്യ എത്തുകയും 7-ാമനായി രവീന്ദ്ര ജഡേയും ഇറങ്ങും. ഇനി ബൗളിംഗ് നിരയിലേക്ക് വന്നാൽ അർഷദീപ് സിംഗിന് പകരം കുൽദീപ് യാദവിനെ ടീമിൽ ഉൾപ്പെടുത്തും എന്നതാണ് ഒരു പ്രധാന മാറ്റം. കൂടാതെ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, അക്സർ പട്ടേൽ എന്നിവരും ഉണ്ടാകും. എന്നിരുന്നാലും ഒരുപക്ഷെ മുഹമ്മദ് സിറാജിന് പകരം യുസി ചാഹലിനെയും ടീമിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്തായാലും മികച്ച ഒരു ടീം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ. കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയിച്ച ടീമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അഫ്ഗാനുമായിട്ടും ഇന്ത്യക്ക് അനായാസം വിജയിക്കാൻ കഴിയും. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിൽ വിജയിച്ച് ശുഭപ്രതീക്ഷയുടെ സൂപ്പർ 8 പോരാട്ടങ്ങൾ തുടങ്ങാൻ ആണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.